തച്ചോളി ഒതേനന്റെ ഓർമ്മ കുടികൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രത്തിലെ തിറയുത്സവം ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21-ന് ജില്ലയിലെ പ്രഗത്ഭരായ കുരുക്കന്മാർ പങ്കെടുക്കുന്ന കാഴ്ചയങ്കം പരിപാടിയോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത്. ജില്ലയിലെ വിവിധ കളരി സംഘങ്ങൾ പങ്കെടുക്കും. 22-ന് വൈകിട്ട് 5:30-ന് ലോകനാർക്കാവിൽ നിന്ന് ദീപം വരവ്, 6:05-ന് കൂട്ടപ്രാർത്ഥന, 6:15-ന് അരിചാർത്തൽ, 6:45-ന് ഭക്തിപൂജ, 7-ന് തച്ചോളി ഒതേനക്കുറുപ്പിന്റെ വെള്ളാട്ട്, 8:30-ന് കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, 9:15-ന് കടത്തനാട് കളരി സംഘത്തിന്റെ മീനാക്ഷി ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി അഭ്യാസ പ്രകടനം, 10:30-ന് ഗുളികൻ വെള്ളാട്ട്, 11-ന് കേളുക്കുറുപ്പിന്റെ വെള്ളാട്ട്, 23-ന് രാവിലെ 9-ന് ഇളനീർ വരവ്, 1 മണിക്ക് പുള്ളുവ കലശം, 2:30-ന് കൊല്ലൻ വരവ്, 3:15-ന് തണ്ടാൻ വരവ്, 4:45-ന് വാളെഴുന്നള്ളിപ്പ്, 3:15-ന് തണ്ടാൻ വരവ്, 4:45-ന് വാളെഴുന്നള്ളിപ്പ്, 6:45-ന് തച്ചോളി ഒതേനക്കുറുപ്പിന്റെ വെള്ളാട്ട്, 8-ന് കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, 9-ന് ഒതേനക്കുറുപ്പ് പൈതൃക കളരിയുടെ കളരി അഭ്യാസ പ്രകടനം, 10:30-ന് ഗുളികൻ വെള്ളാട്ട്, 11:30-ന് കേളുക്കുറുപ്പിന്റെ വെള്ളാട്ട്, 12-ന് ഗുളികൻ തിറ, 1 മണിക്ക് കുട്ടിച്ചാത്തൻ തിറ, 2 മണിക്ക് കേളുക്കുറുപ്പ് തിറ, 2:30-ന് തച്ചോളി ഒതേനക്കുറുപ്പിന്റെ തിറ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ NSS വടകര യൂണിയൻ പ്രസിഡന്റ് C. ശശീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് K. നാരായണൻ, VP ബാലകൃഷ്ണൻ, NP രവീന്ദ്രൻ, സുരേഷ് ഗുരുക്കൾ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം ഇവിടെ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്ര ഉത്സവം നടക്കുന്നത് 10, 11 തീയതി, അതായത് ഫെബ്രുവരി 22, 23 തീയതികളിലാണ്. തച്ചോളി ഒതേനക്കുറുപ്പിന്റെ വീര സ്മരണകൾ ഉണർത്തുന്ന ആ സ്ഥലത്ത് നിരവധി ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. ഇപ്പോൾ അടുത്തിടെ അവിടെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വിശ്രമ കേന്ദ്രവും കളരിയുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ, വിദേശികളായാലും കേരളത്തിൽ നിന്ന് അങ്ങോളമുള്ള ആൾക്കാരായാലും നിരന്തരം അവിടെ സന്ദർശിക്കാറുണ്ട്. ഒരു പാക്കേജിൻ്റെ രീതിയിലാണെന്ന് തോന്നുന്നു. ലോകനാർക്കാവ്, തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം, വേറെ ഏതോ സ്ഥലങ്ങളും കൂടി അവർ സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വർഷം ഉള്ള ഒരു പ്രത്യേകത ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഈ തിറ നടക്കുന്ന ദിവസം കളരി സമർപ്പിക്കാറുണ്ട്. കാരണം തച്ചോളി മാണിക്കോത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. കടത്തനാട്ടിലെ കളരിയുടെ ഈ കില്ലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ദേവതാ സങ്കല്പങ്ങളും കുടികൊള്ളുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. കോഴി സമർപ്പണം ആദ്യം തച്ചോളി കുടുംബക്കാരാണ്. ലോകനാർക്കാവിലമ്മയുടെ ചൈതന്യം അതും കുടികൊള്ളുന്നു. അതുകൂടാതെ പുറമെ ദേവതാ സങ്കല്പങ്ങളായി കുട്ടിച്ചാത്തൻ, പുളികൻ